UDFന് ചരിത്ര വിജയം, LDFന് വമ്പൻ പരാജയം. എല്ലാ മാധ്യമങ്ങളും UDFന്റെ വിജയം ആഘോഷിക്കുന്നുണ്ട്. പക്ഷേ അവരെല്ലാം വിട്ടുപോകുന്ന, പറയാതെ പോകുന്ന ഒരു കാര്യമുണ്ട്. എന്തുകൊണ്ടാണ് ഇത്ര വലിയ വിജയം UDF നേടിയത്? അതിന് മാധ്യമങ്ങൾ ഉയർത്തിക്കാട്ടുന്ന കാരണം ഭരണവിരുദ്ധ വികാരം എന്ന ഒറ്റ കാര്യം മാത്രമാണ്. അതോടൊപ്പം ചേർത്ത് വെക്കുന്നത് പിണറായി വിരുദ്ധ വികാരം കൂടിയാണ്. എന്നാൽ കേരളത്തിൽ ഭരണവിരുദ്ധ വികാരമില്ല എന്ന് എല്ലാ സർവേകളിലും കണ്ടെത്തിയതാണ്. എക്സിറ്റ് പോൾ സർവേകൾ കണ്ടെത്തിയതാണ്. മുമ്പ് നടത്തിയ അഭിപ്രായ വോട്ടെടുപ്പിലും നാം കണ്ടതാണ് ഭരണവിരുദ്ധ വികാരമില്ല എന്ന്. ഒരു പരിധിവരെ പിണറായി വിരുദ്ധ വികാരമുണ്ട് എന്ന് വേണമെങ്കിൽ സമ്മതിക്കാം. ഇതൊക്കെ കാരണമായി പറയുമ്പോഴും മറ്റൊരു കാരണം എന്തുകൊണ്ടാണ് മറച്ചു പിടിക്കുന്നത് കേരളത്തിലെ മാധ്യമങ്ങൾ? UDF അത് മറ്റൊന്നുമല്ല, ന്യൂനപക്ഷ ഏകീകരണം മാത്രമാണ്. ഇന്നത്തെ മലയാള മനോരമ പത്രത്തിൻ്റെ 1-ാം പേജ് മാത്രം പരിശോധിച്ചാൽ മതി. അതോടൊപ്പം മനോരമ പരാജയ കാരണങ്ങൾ എന്തൊക്കെയാണ് എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ചില ഫേസ്ബുക്ക് കുറിപ്പുകളും വന്നിട്ടുണ്ട്. അതിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് മലയാള മനോരമ പത്രം എന്താണ് പറയുന്നത് എന്ന് നോക്കാം. 1-ാം പേജിൽ മലപ്പുറം, എറണാകുളം, കോട്ടയം, ഇടുക്കി, വയനാട് ജില്ലകൾ UDF തൂത്തുവാരി. മലപ്പുറം, എറണാകുളം, കോട്ടയം, ഇടുക്കി, വയനാട് ജില്ലകൾ. ഒരു സീറ്റ് പോലും LDFനില്ല. സമാനമായ സ്ഥിതി തന്നെയാണ് കോഴിക്കോടും. കോഴിക്കോട് ജില്ലയിൽ ഒരു സീറ്റ് മാത്രമാണ് CPMന് LDFന് ലഭിച്ചത് എന്നോർക്കണം. എന്താണ് ഈ മണ്ഡലങ്ങളുടെ ഒരു പൊതുസ്ഥിതി? ന്യൂനപക്ഷങ്ങൾക്ക് നല്ല സ്വാധീനമുള്ള മണ്ഡലമാണ്. ഒന്ന് മലപ്പുറം, മുസ്ലിം ന്യൂനപക്ഷം. മറ്റൊന്ന് കോഴിക്കോട്, മുസ്ലിം ന്യൂനപക്ഷവുമുണ്ട്, ക്രൈസ്തവ ന്യൂനപക്ഷത്തിനും സ്വാധീനമുണ്ട് മലയോര മേഖലയിൽ. അത് കഴിഞ്ഞ് എറണാകുളത്തേക്ക് വന്നാൽ സമാന സ്ഥിതിയാണ്. ക്രൈസ്തവ ന്യൂനപക്ഷത്തിന് നല്ല സ്വാധീനമുള്ള ജില്ലയാണ് എറണാകുളം ജില്ല, പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അതുപോലെ തന്നെയാണ് ക്രൈസ്തവ ന്യൂനപക്ഷത്തിന് നല്ല സ്വാധീനമുള്ള ജില്ലയാണ്, അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമേ ഇല്ല. അതേപോലെ തന്നെയാണ് കോട്ടയവും ഇടുക്കിയും, ഒരു പരിധിവരെ പത്തനംതിട്ട ജില്ലയുമൊക്കെ. എന്ന് വെച്ചാൽ ന്യൂനപക്ഷങ്ങൾ ഒന്നിച്ച് അണിനിരന്നു UDFന് പിറകിൽ. ആരാണ് അതിന് ചുക്കാൻ പിടിച്ചത്? ആദ്യം മുതൽ തന്നെ ജമാഅത്തെ ഇസ്ലാമി, മുസ്ലിം ലീഗ് അടക്കമുള്ള സംഘടനകൾ മുസ്ലിം ഏകീകരണത്തിന് വേണ്ടി ഒരു ഭാഗത്ത് ശ്രമിച്ചു. സമാനമായി ക്രൈസ്തവ ഏകീകരണവും നടന്നിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമേയില്ല. എന്തുകൊണ്ട് എന്ന ചോദ്യത്തിനാണ് ഉത്തരം കാണേണ്ടത്. ഇപ്പോൾ നോക്കൂ, മലയാള മനോരമയിൽ ഓൺലൈനിൽ 10 കാരണങ്ങൾ LDF തോക്കാൻ പറയുന്നുണ്ട്. അതിലൊന്ന് അരുതാത്തത് ആശമാരോട്, ആശാ സമരമാണ്. മറ്റൊന്ന് PSC ഉദ്യോഗാർത്ഥികൾ നടത്തിയ സമരമാണ്. മറ്റൊന്ന് കേരള യാത്രയാണ്. കേരള യാത്രയ്ക്ക് എതിരെ KSU യൂത്ത് കോൺഗ്രസ് നടത്തിയ പ്രതിഷേധം, അത് അക്രമത്തിൽ കലാശിച്ചത്, അതിനെ രക്ഷാപ്രവർത്തനം എന്ന വാക്കുപയോഗിച്ച് മുഖ്യമന്ത്രി പറഞ്ഞത്, അതൊക്കെ വലിയ ചർച്ചയായി മാറി എന്നാണ്. മറ്റൊന്ന് ശബരിമല സ്വർണ്ണ കടത്തുമായി ബന്ധപ്പെട്ട വാർത്തകളാണ്. മറ്റൊന്ന് PM ശ്രീയോ BJP ശ്രീയോ എന്ന് ചോദിച്ചുകൊണ്ട് PM ശ്രീയിൽ സംസ്ഥാന സർക്കാർ ഒപ്പിട്ടതാണ്. അതാണ് ഏറ്റവും രസകരമായ കാര്യം. കോൺഗ്രസ് ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളും ഒപ്പിട്ടിട്ടുണ്ട്. KC വേണുഗോപാൽ ദില്ലിയിൽ PM ശ്രീക്ക് അനുകൂലമായി സംസാരിക്കും, തിരുവനന്തപുരത്ത് വന്നാൽ എതിർത്ത് സംസാരിക്കും. കാരണം കോൺഗ്രസ് സംസ്ഥാനങ്ങൾ ഒപ്പിട്ടത് AICCക്കോ ഹൈക്കമാൻഡിനോ പ്രശ്നമല്ല, KC വേണുഗോപാലിനും പ്രശ്നമല്ല. കേരളത്തിൽ വന്നാൽ വലിയ വായിൽ PM ശ്രീയെക്കുറിച്ച് സംസാരിക്കും ഇതേ KC വേണുഗോപാൽ. പക്ഷേ നമ്മുടെ മാധ്യമപ്രവർത്തകർ ആരും അദ്ദേഹത്തോട് അക്കാര്യം ചോദിക്കില്ല. മറ്റൊന്ന് ആരോഗ്യ മേഖല, വെന്റിലേറ്റർ എന്ന് പറഞ്ഞുകൊണ്ടുള്ള വലിയ പ്രചാരണമാണ്. ആരോഗ്യ മേഖലയിൽ വന്ന മാറ്റം, ആശുപത്രിയിൽ വന്ന മാറ്റങ്ങളൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. അതെല്ലാം മറച്ചു പിടിച്ച് എന്തെങ്കിലും ചെറിയ ഒരു പോരായ്മ വന്നു കഴിഞ്ഞാൽ അത് ഊതിപ്പെരിപ്പിച്ച് കേരളത്തിൽ വലിയ ചർച്ചയാക്കി മാറ്റിയ നമ്മുടെ മാധ്യമങ്ങൾ അതിൽ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ജീവനക്കാരുടെ അസംതൃപ്തി, ഉദ്യോഗസ്ഥരുടെ കലകം, IS ഉദ്യോഗസ്ഥരുടെ കലകം, പിന്നെ മറ്റാരുണ്ട് പിണറായി അല്ലാതെ എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രചാരണം, എവിടെ മെസ്സി കേരളത്തിലേക്ക് വരുമെന്ന് പറഞ്ഞ് വരാതിരുന്നത്. ഇതൊക്കെയാണ് 10 കാരണങ്ങൾ LDFനെ പരാജയപ്പെടുത്തിയത് എന്നാണ് മലയാള മനോരമ ഓൺലൈൻ പറയുന്നത്. എന്നാൽ എവിടെയും ന്യൂനപക്ഷ ഏകീകരണത്തെക്കുറിച്ച് പറയുന്നില്ല, ഒരു വാക്ക് പോലും പറയുന്നില്ല. എന്ന് വെച്ചാൽ ന്യൂനപക്ഷ ഏകീകരണം എന്ന് പറയാതിരിക്കാൻ നല്ല ശ്രമങ്ങൾ മാധ്യമങ്ങൾ നടത്തുന്നു. അത് മറച്ചു പിടിക്കാൻ UDFും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നർത്ഥം. ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വളരെ കാതലായ കാര്യങ്ങൾ പറയുന്നത് കൊണ്ട് നമുക്കതൊന്ന് ഇവിടെ വായിക്കാം. എന്താണത്? വയനാട്ടിലേക്ക് വരൂ. ഒരു തുള്ളി വിയർപ്പ് പോലും പൊടിയാതെ കോൺഗ്രസ് ജയിച്ച് കയറിയിരിക്കുന്നു.
നൂറുകണക്കിന് ദുരിതബാധിതർക്ക് വേണ്ടി ഉയരുന്ന ടൗൺഷിപ്പ് പദ്ധതിയടക്കം നിലകൊള്ളുന്ന കൽപ്പറ്റയിൽ ടി സിദ്ദിഖിന്റെ ഭൂരിപക്ഷം 5400 നിന്ന് 45,000 വോട്ടാക്കി വർദ്ധിച്ചു. 5400 ആയിരുന്നു നേരത്തെ ടി സിദ്ദിഖിന്റെ ഭൂരിപക്ഷം, അത് 45,000 വോട്ടായി വർദ്ധിച്ചു. വയനാട്ടിലെ 3 മണ്ഡലങ്ങളിലെയും സ്ഥിതി ഇതുതന്നെ. ദുരിതബാധിതർക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ ഗവൺമെന്റിന്റെ കടമയാണെങ്കിലും കുറ്റമറ്റ രീതിയിൽ നടന്ന മഹത്തായ ആ നാൾവഴികൾ യാതൊരു തരത്തിലും വയനാട്ടിലെ ജനങ്ങളെ സ്പർശിക്കുകയോ സ്വാധീനിക്കുകയോ ചെയ്തിട്ടില്ല. ദുരന്തം നടന്ന മണ്ണിലും ടൗൺഷിപ്പ് ഉയർന്ന മണ്ണിലും UDF മൃഗീയ ഭൂരിപക്ഷമാണ് നേടിയത്. ഭരണപരമായി LDFും സംഘടനാപരമായി DYFIയും സേവനം കൊണ്ടും അധ്വാനം കൊണ്ടും നിറഞ്ഞു നിന്ന സ്ഥലമാണ് വയനാട്. പക്ഷേ 1% പോലും ജനകീയ അംഗീകാരം അതിനൊന്നും ലഭിച്ചിട്ടില്ല എന്ന് ഇലക്ഷൻ കണക്കുകൾ വ്യക്തമാക്കുന്നു. അതേസമയം 1 രൂപ കൊണ്ടുപോലും സഹായം ചെയ്യാതിരുന്ന, ഒരു വീട് പോലും നൽകാൻ കഴിയാതിരുന്ന, കാര്യമായി സേവന മുഖത്ത് കാണാതിരുന്ന കോൺഗ്രസ് ജനങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നു. ജനങ്ങൾ അവർക്ക് പിന്തുണ വർദ്ധിപ്പിച്ച് നൽകുന്നു. അച്ഛനും മകനും ഉൾപ്പെടെ 4ഓളം പേര് കോൺഗ്രസിന്റെ അഴിമതി ഗ്രൂപ്പ് തർക്കം കാരണം ആത്മഹത്യ ചെയ്ത വയനാട്ടിൽ ഇപ്പോഴും അവരുടെ കൂടെയാണ് ജനങ്ങൾ. മണ്ണിലിറങ്ങി പണി ചെയ്തവരുടെ കൂടെയല്ല. ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? പലയിടങ്ങളിലും പരാജയപ്പെട്ടത് തോറ്റവർ മോശക്കാരായതുകൊണ്ടല്ല, ജയിച്ചവർ മെച്ചപ്പെട്ടവരായതും കൊണ്ടല്ല. എന്താണ് കാരണം? ന്യൂനപക്ഷ ഏകീകരണം മാത്രം. വയനാട്ടിലേക്ക് തുരങ്കപാത നിർമ്മിക്കാൻ വയനാട്ടുകാരുടെ എത്രയോ കാലത്തെ ആവശ്യമാണ്. ചുരം കയറി വയനാട്ടിലെത്തുമ്പോൾ എന്തെങ്കിലും ഒരു അപകടം ചുരത്തിൽ നടന്നാൽ പിന്നെ സ്തംഭിക്കുകയാണ് വയനാട്ടിലെ ജനങ്ങളുടെ ജീവിതം. അത് മറികടക്കാൻ തുരങ്കപാത നിർമ്മിക്കാൻ തീരുമാനിച്ചപ്പോൾ അതിനെ എതിർക്കുമെന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവ്, അത് അനുവദിക്കില്ല എന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവ്, അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് വൻ ഭൂരിപക്ഷം നൽകുന്ന വയനാട് എന്ന് വെച്ചാൽ എന്താണ് അടിസ്ഥാന പ്രശ്നം? വയനാട്ടിലെ മണ്ഡലങ്ങളിൽ ന്യൂനപക്ഷങ്ങൾക്കുള്ള സ്വാധീനം തന്നെയാണ്. എന്ന് വെച്ചാൽ ന്യൂനപക്ഷ ഏകീകരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നാം കണ്ടതാണ്. 20ഓളം സീറ്റ് മാത്രമാണ് അന്ന് നിയമസഭാ കണക്ക് വെച്ച് നോക്കുമ്പോൾ, മണ്ഡലാടിസ്ഥാനം നോക്കുമ്പോൾ LDF ഉണ്ടായിരുന്നത്. അതിൽ നിന്ന് തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് വരുമ്പോൾ അല്പം മുന്നേറ്റം ഉണ്ടാക്കാൻ LDFന് കഴിഞ്ഞിരുന്നു. അത് തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിന്റെ ഫലം തന്നെയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എപ്പോഴും ലെഫ്റ്റിന് അനുകൂലമായ, ഇടതുപക്ഷത്തിന് അനുകൂലമായ, പ്രത്യേകിച്ച് CPMന് അനുകൂലമായ സ്ഥിതിയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആ ന്യൂനപക്ഷ ഏകീകരണത്തെ മറികടക്കാൻ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞത്. അത് അതിനേക്കാളും ഉപരിയായി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതുപോലെ എന്താണോ 2025 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടത് അതുപോലെ ആവർത്തിക്കുകയാണ് ചെയ്തത്. ന്യൂനപക്ഷ ഏകീകരണമാണ് UDFന്റെ ഈ വിജയത്തിന് പിന്നിൽ. കണ്ണ് തുറന്നു നോക്കിയാൽ നാം അത് മനസ്സിലാകും. തൂത്തുവാരിയ ജില്ലകൾ, അതോടൊപ്പം തന്നെ വിജയിച്ച മണ്ഡലങ്ങൾ, ഒരു 10 മണ്ഡലങ്ങൾ എടുത്ത് നമുക്കൊരു സ്പെസിമെൻ പരിശോധന നടത്തി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും ന്യൂനപക്ഷ മേഖലകളിൽ വൻ വോട്ട് നേടിയിട്ടുണ്ട് UDF സ്ഥാനാർത്ഥികൾ എന്ന് വെച്ചാൽ ന്യൂനപക്ഷ ഏകീകരണം വളരെ നന്നായി നടന്നു സർക്കാരിനെതിരെ. അതിന് കാരണമായി പറയുന്നത് വെള്ളാപ്പള്ളി നടേശനൊക്കെയാണ്. വെള്ളാപ്പള്ളി നടേശനൊക്കെ ഒരു കാരണം മാത്രമാണ്. അതിനു മുമ്പ് തന്നെ കൃത്യം അജണ്ട കേരളത്തിൽ നടത്താൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടുണ്ട്. ഒരു പരിധിവരെ BJP അതിന് പിന്തുണ കൊടുക്കുകയും ചെയ്യുന്നു. കാരണം അപ്പുറം മൂത്താലേ ഇപ്പുറം മൂക്കൂ. വർഗീയത എന്ന് പറയുന്നത് ഒരു നാണയത്തിന്റെ 2 വശമാണല്ലോ. അതുകൊണ്ട് പിന്തുണ BJPയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. നമ്മുടെ മാധ്യമങ്ങൾ അതിന് വേണ്ടത്ര പ്രചാരണം നൽകുകയും ചെയ്തു എന്നതും ഒരു വസ്തുതയാണ്. എന്നിട്ടിപ്പോൾ ന്യൂനപക്ഷ ഏകീകരണം നടന്നിട്ടേയില്ല, ഇത് വെറും ഭരണവിരുദ്ധ വികാരമാണ് എന്ന് വരുത്തി തീർക്കാനുള്ള വലിയ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ് ഇത്? ഇപ്പോഴും വെള്ളഭൂഷണം UDFന് എന്നതുകൊണ്ട് തന്നെ.